കൽപ്പറ്റ MLA ഈ ചുരം റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വയം അപഹാസ്യമാവുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ എങ്ങനെയും ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുക, വൈകാരിക ഷോ നടത്തി ഗവൺമെന്റിനെതിരായി ആളുകളെ തിരിച്ചുവിടുക എന്ന ലക്ഷ്യം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ആത്മാർത്ഥമായ നിലപാടല്ല അദ്ദേഹം ഇത്തരം കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്ന് ജനം തിരിച്ചറിയുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചുരം റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചാരവേലയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചുരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, വയനാട് ജില്ല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരുപാട് തവണകളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. വളരെ ഗൌരവമായിട്ടാണ് എല്ലാവരും അതിനെ കാണുന്നത്. എന്നാൽ കൽപ്പറ്റ MLA ഈ ചുരം റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വയം അപഹാസ്യമാവുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇത്തരത്തിൽ സമരം നടത്തുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചാരവേല സംസ്ഥാന സർക്കാരിനെതിരായി ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആത്മാർത്ഥമല്ല എന്നത് വ്യക്തമാണ്. സംസ്ഥാന സർക്കാർ യഥാർത്ഥത്തിൽ വയനാടിന്റെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇപ്പൊ ചുരവുമായി ബന്ധപ്പെട്ടെടുത്താൽ തന്നെ ചുരം വീതി കൂട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വളരെ ഗൌരവമായി ആ വിഷയത്തിൽ ഇടപെടുന്നതിലുണ്ടായത്. അതിന്റെ ഭാഗമായി 2 മുതൽ 5 വരെയുള്ള വളവുകൾ അവിടെ വീതി കൂട്ടുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു. 6 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചത്. ഇപ്പൊ നിലവിൽ തന്നെ 6, 7, 8 വളവുകളുടെ വീതി കൂട്ടുന്നതിന് വേണ്ടി, കർവ് സ്മൂത്തൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. 37 കോടി രൂപയാണ് അത് ചെലവഴിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മരം മുറിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് വെക്കേഷൻ കഴിയുന്നതോടുകൂടി ദ്രുതഗതിയിൽ അത്തരം കാര്യങ്ങൾ നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്കറിയാം, ഈ 2ാം ഘട്ടത്തിലെ 6, 7, 8 വളവുകൾ നികത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കൽപ്പറ്റ MLA ഒരിക്കലും പത്രസമ്മേളനം വിളിച്ചു. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ എങ്ങനെയും ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുക, വൈകാരിക ഷോ നടത്തി ഗവൺമെന്റിനെതിരായി ആളുകളെ തിരിച്ചുവിടുക എന്ന ലക്ഷ്യം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ആത്മാർത്ഥമായ നിലപാടല്ല അദ്ദേഹം ഇത്തരം കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്ന് ജനം തിരിച്ചറിയുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഓർമ്മയുണ്ട്, ഓഗസ്റ്റ് 29-നാണ് അദ്ദേഹം ഒരു പത്രസമ്മേളനം ലക്കിടിയിൽ വെച്ച് നടത്തി. നിങ്ങളെ മാധ്യമങ്ങളെ കാണുന്ന നിലയുണ്ടായി. അപ്പൊ അദ്ദേഹം അതിൽ പറഞ്ഞത് അവിടെ 6, 7, 8 വീതി കൂട്ടുന്ന പ്രവർത്തനം നിലച്ചിരിക്കുന്നു, അത് അവസാനിപ്പിച്ചിരിക്കുന്നു. അതിനെ വീണ്ടും തുടങ്ങണമെങ്കിൽ വീണ്ടും റീടെൻഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കമ്പനി ഇട്ടുവെച്ച് പോയിരിക്കുന്നു. കൊടുത്തിരുന്ന കമ്പനി, ഏറ്റെടുത്തിരുന്ന കമ്പനി അത് ഇട്ടേച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് പുതുതായി ഇനി വീണ്ടും റീടെൻഡർ ചെയ്യണം. അതിനുവേണ്ടി പ്രിയങ്ക ഗാന്ധി ഇടപെടുന്നു. എന്ത് വലിയ രൂപത്തിലുള്ള അവകാശവാദമാണ് അദ്ദേഹം ഉന്നയിച്ചത്? പ്രിയങ്ക ഗാന്ധി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞത് റീടെൻഡറിന് വേണ്ടി. എന്താണ് യഥാർത്ഥത്തിലുള്ള വിഷയം? ഇപ്പൊ ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ചൌധരി കൺസ്ട്രക്ഷനാണ് 6, 7, 8 വളവുകളുടെ ടെൻഡർ എടുത്തത്. ഒരു റീടെൻഡർ നടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ അതിന്റെ വർക്കുകൾ കടക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ പ്രിയങ്ക ഗാന്ധി ഇടപെടുന്നു, അതുപോലെ തന്നെ റീടെൻഡറിലേക്ക് കടക്കുന്നു എന്ന രൂപത്തിലാണ് വിശദീകരിച്ചത്. ഇത് അദ്ദേഹം ഈ ചുരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു പഠനവും പോലും നടത്താതെയാണ്, യാതൊരു ധാരണയുമില്ലാതെയാണ് ഇത്തരം വൈകാരിക ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണ്? സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ സർക്കാർ യഥാർത്ഥത്തിൽ വയനാടിന്റെ ഗതാഗത പ്രശ്നങ്ങൾ, ചുരം ബദൽ പാത ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുന്ന ശരിയായ വയനാടിനെ ചേർത്ത് നിർത്തുന്ന നിലപാടില്ലേ, അത് നമ്മൾ കാണണ്ടേ? ഇവിടെ ബദൽപാതയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, തുരങ്കപാത 2000 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് തുരങ്കപാത നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തറക്കല്ലിടുകയും അതിന്റെ പിറ്റേ ദിവസം തന്നെ പ്രവർത്തനം 2 സൈഡിലും, ആനക്കാമ്പൊയിൽ ഭാഗത്തും കള്ളാടി ഭാഗത്തും പ്രവർത്തനം ആരംഭിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്.
വയനാടിന്റെ യാത്രാ പ്രശ്നങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള പരിഹാരമാകുന്ന നിലയിലേക്ക് തുരങ്കപാത വരുന്നതോടുകൂടി വരും.